ഡി, നീ എന്താലോചിച്ചോണ്ട് നിൽക്കുകയാണ്? ആ ടേബിളിൽ അവനുള്ള ചായ എടുത്തു വെച്ചിട്ടുണ്ട്, അത് അവനെ കൊണ്ടുപോയി കൊടുക്ക്. സരോജിനിയുടെ ശബ്ദം അവളുടെ കാതുകളിൽ തുളച്ചു കയറി. ചാരു വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി. അവിടെ ഒരു ഗ്ലാസിന്റെ നല്ല ഭംഗിയുള്ള ജഗ്ഗിൽ ആവി പറക്കുന്ന ചായയും അതിന്റെ അടുത്തൊരു 4-5 കപ്പുകളും വെച്ചിട്ടുണ്ട്. ചാരു അതിൽ നിന്നും ഒരു കപ്പിൽ ചായയും എടുത്ത് മുകളിലേക്ക് കയറി. അപ്പോഴും അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അവൾ ആ ചായക്കപ്പ് അവിടെയുള്ള ടേബിളിൽ മൂടി വെച്ചുകൊണ്ട് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് കോട്ടന്റെ ഇളം മഞ്ഞ കളറിലുള്ള ചുരിദാർ വിട്ട് തലയിൽ തോർത്തും വരിഞ്ഞു കെട്ടി ചാരു ബാത്റൂമിൽ നിന്നും ഇറങ്ങി. അവൾ നോക്കുമ്പോൾ അവൻ കമഴ്ന്ന് കിടന്ന് നല്ല ഉറക്കത്തിൽ തന്നെയാണ്. തലേ ദിവസം കുടിച്ച മദ്യത്തിന്റെ തളർച്ച അവന്റെ ശരീരത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഇപ്പൊ അവനെ ഒന്ന് വിളിക്കുക എന്ന് ഓർത്തുകൊണ്ട് കുറച്ചു സമയം അവൾ അവിടെ ചിന്തിച്ചു നിന്നു. പാതിരാത്രി കള്ളും കുടിച്ചെന്ന് ബോധമില്ലാതെ ഉറങ്ങാണ്. അതെ, എണീറ്റ്, ചായ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവൾ അവന്റെ പുറത്ത് തട്ടി. പക്ഷെ അവനൊന്നും അനങ്ങുന്നു പോലുമില്ല. ചാരു അവളുടെ തലയിൽ നിന്നും മുടിയൊന്ന് കൂടി തോർത്തിക്കൊണ്ട് തോർത്തെടുത്ത് ബാൽക്കണിയിലുള്ള അയയിൽ കൊണ്ടുപോയിട്ടു. ഓ, ചക്കപ്പോത്ത് പോലെ ഒരു അനക്കവും ഇല്ലാതെ കിടക്കുകയാണല്ലോ കാലവാടൻ. എങ്ങനെയാ ഇപ്പൊ ഇതിനൊന്ന് ഉണർത്തുക? ഒന്ന് എണീക്ക് മനുഷ്യ, ഇനി ഈ ചായ തണുത്തുപോയാ അതിന്റെ പഴി ഞാൻ കേൾക്കേണ്ടി വരും. ചാരു അവന്റെ കയ്യിലൊന്ന് ശക്തിയിൽ തട്ടി. അത് പറഞ്ഞതും അവൻ തിരിഞ്ഞു കിടന്നതും ഒരുമിച്ചായിരുന്നു. അവന്റെ കൈ തട്ടി അവൾ അവന്റെ മുകളിലേക്ക് മറിഞ്ഞു വീണു. അവളുടെ മുടി അവന്റെ മുഖത്ത് പരന്നു കിടന്നു. മുടിയിൽ നിന്നുള്ള വെള്ളത്തുള്ളികൾ അവന്റെ കവിളിൽ പതിച്ചു. അതിലെ വശ്യമായ ഷാംപൂവിന്റെ ഗന്ധം അവന്റെ നാസികയിലേക്ക് തുളച്ചു കയറി. ഒരു നിമിഷം അവനത് ആസ്വദിച്ചു. പരസ്പരം ചലിക്കാൻ കഴിയാതെ കുറച്ചു സമയം അവരങ്ങനെ തന്നെ കിടന്നു. അവളുടെ നീളമാർന്ന മിഴികൾ അവനെ അവളിൽ തളച്ചിട്ടു. പിന്നെയാണത് ചാരുവാണെന്ന ബോധം അവനിൽ ഉണ്ടായത്. എണീച്ച് പോടിപ്പുല്ലേ, അവൻ അവളെ അപ്പുറത്തേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു. നീ മനഃപൂർവ്വം എന്റെ മുകളിലേക്ക് വീണതല്ലേടി? ദേവ് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ഓ പിന്നെ, ഇയാൾ വലിയ ഗന്ധർവനല്ലേ, മനഃപൂർവ്വം വന്ന് വീഴാന്. ഒന്ന് പോടോ, എന്നെ തട്ടി തള്ളിയിട്ടിട്ട് ഇപ്പൊ കുറ്റം എനിക്കായോ? അതിന് നിന്നോടാരാ എന്റെ മുന്നിൽ പന പോലെ വന്ന് നിൽക്കാൻ പറഞ്ഞത്? അയ്യോ, ഇയാളെ വിളിച്ചുണർത്താനുള്ള കൊതുകൊണ്ട് വന്ന് നിന്നതല്ല. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ചായ കൊണ്ടൊന്ന് തരാൻ പറഞ്ഞു, അതുമായി വന്നതാ. അവളത് പറഞ്ഞതും അവൻ ടേബിളിലേക്ക് നോക്കി. അവിടെ ഇരിക്കുന്ന ചായയും എടുത്ത് അവൻ ബാൽക്കണിയിലേക്ക് പോയി അവിടെയുള്ള കുഷ്യൻ കസേരയിൽ ഇരുന്നു. ഇയാൾ പല്ല് തേക്കുന്നില്ലേ? ഓ, പണക്കാരൊക്കെ പിന്നെ പല്ല് തേക്കാതെയാണല്ലോ ബെഡ് കോഫി കുടിക്കുക. ഓരോരോ ശീലങ്ങളെ. ഇതൊക്കെ സിനിമയിലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നേരിട്ട് കാണാൻ യോഗം ഉണ്ടായി. ദേവിനെ നോക്കി അവൾ സ്വയം പിറുപിറുത്തോണ്ടിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? എനിക്ക് തിരിച്ച് കോളേജിൽ പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കോളേജിലോ? എന്തിന്? അവൻ നെറ്റിതുളിച്ചു. കോളേജിലെല്ലാവരും സാധാരണ കാവടി തുള്ളാനാണല്ലോ പോവാറ്, ചാരു പതിയെ പറഞ്ഞു. എന്ത്? അല്ല, എന്റെ ഡിഗ്രി കഴിയാൻ ഇനി 1 വർഷം കൂടെയുണ്ട്, അപ്പോ തിരിച്ച് ക്ലാസ്സിന് പോയി തുടങ്ങാൻ. നോവേ, സാധ്യമല്ല. ആ കാര്യം നീ സ്വപ്നം പോലും കാണണ്ട. അവൻ ഗൂഢമായി ചിരിച്ചു. തന്റെ പഠിത്തം തുടരാമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞിരുന്ന അവൾക്ക് ദേവ് ഒറ്റവാക്കിൽ അങ്ങനെ മറുപടി പറഞ്ഞത് ഒരു ഞെട്ടലുണ്ടാക്കി. അങ്ങനെ പറയരുത് പ്ലീസ്, എനിക്ക് പഠിക്കണം. നെക്സ്റ്റ് മന്ത് എക്സാം ആണ്. ഇതുവരെ എല്ലാ പരീക്ഷയിലും നല്ല മാർക്കോടെ വിജയിച്ചിരുന്നതാ ഞാൻ. ഇനി വരുന്ന എക്സാം എഴുതിയില്ലെങ്കിൽ അതെന്റെ കരിയറിൽ വലിയൊരു ബ്രേക്ക് ആവും. ചാരുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ പഠിത്തം അവൾക്ക് അത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു. 1 കൊല്ലത്തേക്ക് നീ എവിടെയും പോകുന്നില്ല. എന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് നീ പിന്നെ പഠിക്കേ ജീവിക്കേ ചാവേ എന്ത് വേണമെങ്കിലും അത് ചെയ്തോ. പക്ഷെ അതുവരെ നിന്നെ എന്റെ കൺവെട്ടത്തിൽ നിന്നും മാറാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കറിവേപ്പില പോലെ വലിച്ചെറിയില്ലേ? പിന്നെയും എനിക്ക് ജീവിക്കണ്ടേ? നിങ്ങൾ ഉപേക്ഷിച്ചെന്നും പറഞ്ഞ് എനിക്ക് സത്ത് കളയാൻ പറ്റില്ലല്ലോ. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്റെ ആവശ്യം കഴിയുന്നതുവരെ നിന്നെ ഞാൻ എവിടേക്കും പറഞ്ഞേക്കില്ല. അവൻ അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. ചാരു ആകെ തകർന്നവിടെ ഇരുന്നു. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? ഈ നരകത്തിൽ നിന്ന് പഠിക്കാനായി കോളേജിലേക്ക് പോകുമ്പോഴെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതാ. ഇനി അവൾ മുഖം പൊട്ടിക്കരഞ്ഞു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് മുഖമെല്ലാം കഴുകി നേരെ താഴേക്കിറങ്ങി വെറുതെ തിരിഞ്ഞു. അവൾ ഇതുവരെ കണ്ടു തീരാത്ത കെട്ടിടത്തിൽ അവളെ എവിടെ പോയി അന്വേഷിക്കണമെന്ന് അവൾക്ക് സംശയമായി. ഉമ്മറത്തും ഹാളിലും ലിവിങ്ങിലുമൊക്കെ നോക്കിയെങ്കിലും അവിടെയൊന്നും അവൾ ഉണ്ടായിരുന്നില്ല. ഇനി അവൾ വീണ്ടും ഉറങ്ങാൻ പോയിരിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവളുടെ റൂമിന്റെ അവിടേക്ക് പോയി നോക്കി ചാരു.
പക്ഷെ വരദയുടെ മുറി പുറത്തു നിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഉള്ളിൽ എന്തായാലും അവൾ ഉണ്ടാവില്ല എന്ന് ചാരു ഉറപ്പിച്ചു. പിന്നെ അവൾ നേരെ അടുക്കളയിലേക്ക് പോയി നോക്കി. പക്ഷെ അവിടെയും അവൾ ഉണ്ടായിരുന്നില്ല. ചാരു നിരാശയോടെ തിരിഞ്ഞു നടന്നു. എന്താ മോളെ, ചായ കുടിക്കാൻ വന്നതാണോ? ഇതാ ഒരു 5 മിനിറ്റ്, ഇടിയപ്പം ഇപ്പൊ ആവും. ലളിത പുറത്തെ അടുക്കളയിൽ നിന്നും അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, ഞാൻ അതിന് വന്നതല്ല. അവൾ അവരുടെ അടുത്തേക്ക് വന്നു. അല്ലേ, ഞാൻ കരുതി മോൾ ഇവിടെ വന്ന് നോക്കുന്നത് കണ്ടപ്പോ പ്രാതൽ കഴിക്കാമായിരിക്കുമെന്ന്. ഇവിടെ 9 മണിയാവുമ്പോഴേക്കും ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് എത്തണമെന്നാ കൽപ്പന. അതുകൊണ്ട് ആ സമയമാകുമ്പോഴേക്ക് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയുള്ളൂ. എനിക്ക് പ്രഭാത ഭക്ഷണം ഒന്നും കഴിച്ച് ശീലമേ ഇല്ല. വീട്ടിൽ നിന്ന് എന്റെ പണിയൊക്കെ കഴിയുമ്പോഴേക്ക് കോളേജിലേക്കുള്ള ബസ് വരാൻ സമയമാവും. അതുകൊണ്ട് പിന്നെ ചായ കുടിക്കാൻ നിൽക്കാറില്ല. സ്വന്തം വീട്ടിൽ ചായ കുടിക്കാൻ സമയം കിട്ടാതിരിക്കാൻ മാത്രം എന്ത് പണിയാ മോളെ? അവരുടെ ആ ചോദ്യത്തിന് ചാരു ഒന്ന് പുഞ്ചിരിച്ചു. പ്രമിള ചേച്ചി എവിടെ ലളിതാമ്മേ? അവൾക്ക് അവരെ അമ്മയെന്ന് വിളിക്കാൻ തോന്നി. അവരാണെങ്കിൽ അതിനെ എതിർത്തതുമില്ല. അവളിന്ന് വന്നില്ല മോളെ, നല്ല പനിയാ അവൾക്ക്. അയ്യോ, ഡോക്ടറെ കാണിച്ചില്ലേ എന്നിട്ട്? ഇല്ല, കഴിഞ്ഞ മാസം കിട്ടിയ ശമ്പളം എല്ലാം തീർന്നു. അവളുടെ അച്ഛൻ മരിക്കുന്ന മുന്നേ വീടിന്റെ ആധാരം പണയം വെച്ച് കുറച്ച് പൈസ വാങ്ങിയിരുന്നു. മാസം കിട്ടുന്ന ശമ്പളത്തുകയിൽ നിന്ന് പകുതി പൈസ അതിന്റെ അടവിലേക്ക് പോവും. ആ വീട് നഷ്ടമായ ആൺതുണയില്ലാത്ത ഞങ്ങൾ അമ്മയും മകളും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് അതിന്റെ അടവ് മുടക്കാറില്ല. ഇനിയിപ്പോ ഈ മാസത്തെ ശമ്പളം കിട്ടിയാലേ എന്തെങ്കിലും കയ്യിലുണ്ടാവുകയുള്ളൂ. അയ്യോ, ഡോക്ടറെ കാണിക്കാഞ്ഞാ എങ്ങനെയാ അസുഖം മാറാ? എന്ത് ചെയ്യാ മോളെ, ഞങ്ങളുടെയൊക്കെ വിധി ഇങ്ങനെ തന്നെയാ. തൽക്കാലം പനിയുടെ ഗുളിക ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കടം പറഞ്ഞു വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുറയുമായിരിക്കും. ഇവിടുത്തെ അമ്മയോട് ചോദിക്കാമായിരുന്നില്ലേ കുറച്ച് പൈസ? അതൊന്നും കിട്ടില്ല മോളെ. ഒരുപാട് തവണ ചോദിച്ച് നാണം കെട്ടിട്ടുള്ളതാ. ശമ്പളത്തിൽ 1 രൂപ പോലും കൂട്ടി തരികയോ ശമ്പളം ഒരു ദിവസം മുന്നേ പോലും തരികയോ ചെയ്യില്ല. അയ്യോ എന്റെ ദൈവങ്ങളെ. മോളെ, നീ ഇതൊന്നും ആരോടും പോയി പറയല്ലേ. മോള് ചോദിച്ചപ്പോ ഞാൻ അറിയാതെ എന്റെ സങ്കടങ്ങൾ കൊണ്ട് പറഞ്ഞു പോയതാ. ലളിത പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞു. ഇല്ലമ്മേ, എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ സങ്കടം. പണമില്ലാത്തതിന്റെ പേരിൽ ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മോളെ ദുരിതമെല്ലാം തീർന്നില്ലേ? ഇതുപോലെ ഒരു വലിയ തറവാട്ടിലേക്ക് ദേവമോനെ പോലെയുള്ള ഒരു ഭർത്താവിന്റെ ഭാര്യയായി വരാൻ മോക്ക് ഭാഗ്യമുണ്ടായില്ലേ? ഇനിയുള്ള 7 തലമുറക്ക് നന്നായി ജീവിക്കാനുള്ള സമ്പാദ്യം ഇവർ ഇപ്പോ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെന്തായാലും ഇങ്ങനെയൊരു ജീവിതമൊന്നും കിട്ടില്ല. ഇങ്ങനെയൊരു ജീവിതം ഒരു പെണ്ണിന് കിട്ടാതിരിക്കട്ടെ എന്ന എന്റെ പ്രാർത്ഥന, ചാരു മനസ്സിൽ പറഞ്ഞു. എന്തായാലും ചേച്ചിക്ക് നമുക്ക് നല്ലൊരു ചെക്കനെ കണ്ടെത്തണം. നല്ല രീതിയിൽ തന്നെ കല്യാണവും നടത്തണം. അതൊക്കെ ഇനി നടക്കുമോ മോളെ? നടക്കും, നമ്മൾ നടത്തും, ചാരു ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. അതിരിക്കട്ടെ, അമ്മ എന്നിട്ട് ഒറ്റക്കാണോ പണികളൊക്കെ ചെയ്യുന്നേ? ആ, പുറമേന്ന് നമുക്കറിയാവുന്ന ആരെങ്കിലും സഹായത്തിന് കൊണ്ടുവരാന്ന് വെച്ചാ ഇവർ സമ്മതിക്കില്ല. അപരിചിതരായ ആരെയും ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഇവർ കയറ്റില്ല. ഇത്രയും പേർക്കുള്ള 3-4 നേരത്തെ ഭക്ഷണം അമ്മ എങ്ങനെയാ ഒറ്റക്ക് ഉണ്ടാക്കുക? ഞാനും കൂടെ സഹായിക്കാം. അയ്യോ വേണ്ട മോളെ, ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാ എന്റെ പണി പോവും. അവരത് പറഞ്ഞപ്പോഴാണ് ചാരുവിന് സരോജിനി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയായത്. ചായ കുടിക്കാനില്ലെങ്കിൽ മോൾ എന്തിനാ ഇപ്പൊ അടുക്കളയിലേക്ക് വന്നത്? അത് ചോദിക്കാൻ വിട്ടുപോയി. ഞാൻ വെറുതെ അന്വേഷിച്ചു വന്നതാ. അവൾ അവിടെ എവിടെയും കാണുന്നില്ല. തുടരും.